സുക്കൂറ പഠിച്ചറപ്പേ എവിടെ പോയി കിടക്കാണ് സുക്കൂറ മോനെ സുക്കൂറ സുക്കൂറിന് കണ്ടിന്യോ ഇല്ല അടുത്തോനിക്ക് എവിടെ പോയി കിടക്കാവോ സുക്കൂറ റബാരേട്ടാ എന്റെ സുക്കൂറിന് കണ്ടി ഞങ്ങള് സുക്കൂറ മോനെ സുക്കൂറ കാലവർഷം 4 ദിവസം കനക്കും. എവിടെ കനക്കണ്? 3 ദിവസമായിട്ട് നല്ല വെയില. മരണം ബാധിക്കലൊരു നാൾ മഞ്ചലുമായി വിളിക്കും അവസ്ഥ വരാജാ മതിയാ. സുഖരിട്ടാ ഞാൻ രാവിലെ പോകുമ്പോ ഇങ്ങോട്ട് അന്വേഷിച്ചു. രാവിലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ പോകുമ്പോ ചോദിച്ചിരുന്നു. രാവിലെ ഞാൻ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിരുന്നു. അതല്ലേ എന്തിനീ? ഞാൻ പുതിയ സ്ഥലമില്ലേ, ഒരു 40 സെന്റ് സ്ഥലം മേടിച്ചിട്ടില്ലേ ഞാൻ. അവിടെ വീട് വെക്കുന്നുണ്ടാ? വീട് വെക്കാനല്ല, അതിലൊരു 3-4 തേക്ക് നിക്കണ്ടല്ലോ. ഇപ്പൊ തേക്ക് മുറിച്ച് വെക്കണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാങ്ഷൻ വേണം അത്ര. അത് വേണം അത് വേണം. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ. കാണിച്ചു. സുക്കൂറ 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 ഇതൊരു ശബ്ദല്ലേ മോനെ സുക്കൂറ എന്താ പോയതോ? ഇവിടെ ഉണ്ടോ? അതെ എടോ സുക്കൂറിനെ കാണില്ലടോ. അയ്യോ, ആര്? രണ്ടാമത്തോനോ? അത് സത്താറല്ലേ, ഇതിന്റെ പോത്ത് സുക്കൂറ്. പോത്താ? നീ രാവിലെ പോലും കാണില്ലേ? കുറ്റി പൊരിച്ചിട്ട് പോയിട്ടുണ്ടാവുന്നു. കുറ്റി പൊരിച്ചിട്ടൊന്നും പോയില്ല, എന്റെ പറമ്പിലാണ് ഞാൻ കെട്ടിട്ടേ. 4 ഭാഗത്തും മതിലല്ലേ. അവിടെ രാവിലെ കെട്ടിയിട്ടത് അവിടെ ഞാൻ കണ്ടു. എന്താ തന്നെ ഞാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തല്ലോ എന്ന് വിചാരിക്കാം. എന്തിന്? ഈ പോലീസുകാർക്ക് മനുഷ്യന്റെ കാര്യം തന്നെ നോക്കാൻ സമയമുണ്ടോ മൊയ്തോ? പിന്നെ ഈ പോത്തിന്റെ കാര്യം അവര് നോക്കുവോ? ഇനി പോത്തിനായിട്ട് വേറെ പോലീസ് സ്റ്റേഷന്റെ സൂത ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുന്ന കൊടുക്കാം. എന്റെ ദണ്ണ എനിക്ക് മനസ്സിലാവില്ല. എന്റെ മൊയ്തോ, സമയം എത്രയല്ലേ ആയിട്ടുള്ളൂ? അത് വൈകുന്നേരം ആകുമ്പോ വന്ന് തൊഴുത്തിലും മുളഞ്ഞോളും. അതാ ഇവിടെ ഇവിടെ ഉണ്ട്. അത് പശു അല്ലടാ, പോത്തിനെ വെച്ച് എനിക്ക് അറിയില്ല. അഞ്ചൊരു പണി, ഈ വേഗം ഷർട്ട് മുണ്ട് മാറ്റി കൊടുന്നു വാ. എവിടേക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ ഷുക്കൂറിനെ കാണാതായെന്ന് പറഞ്ഞത് സ്കൂളിൽ പോയ വഴിക്കാണോ അതോ വേറെ ഏതെങ്കിലും എവിടെങ്കിലും പോയിട്ട് വന്ന വഴിക്കാണോ കാണാണ്ടായത്? സുക്കൂർ എന്ന് പറഞ്ഞ എന്റെ മക്കളല്ല, പിന്നെ പോത്താണ്. പോത്തായിരുന്ന? പോത്ത. എനിക്ക് 3 കുട്ടികളാക്കി. സുക്കൂർ, സത്താറ്, ജബ്ബാർ. 3 പോത്താണോ? അല്ല, 3 പോത്തല്ല, ഒരു പോത്തും 2 മനുഷ്യക്കുട്ടികളും. പോത്തിനെ എവിടെ വെച്ചാ കാണാണ്ടായത്? ഇതാ സുഗതന്റെ പറമ്പിൽ വെച്ചിട്ട്. അല്ല, എന്റെ വീട് നിൽക്കുന്ന പറമ്പല്ല സാറേ. എനിക്കൊരു പുതിയ പറമ്പുണ്ട്, ഒരു 50 മീറ്റർ അപ്പുറത്ത് വളച്ചു കെട്ടിയിട്ട്. നിങ്ങളുടെ പറമ്പിലാണ് കെട്ടിയിരുന്നത്? അതെ. ഈ വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് പോത്തിനെ വളർത്തിയാ ഇങ്ങനെ ഇരിക്കും, കാണാതെ പോകും. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ നമുക്ക് മനുഷ്യക്കുട്ടി വല്ല ആണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താം. ഈ പോത്തെന്നൊക്കെ പറഞ്ഞാല് ഇച്ചിരി പ്രയാസമാണ്. അതെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അത് ബുദ്ധിമുട്ടാ ബാപ്പു. സാറേ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തണം സാറേ, കാരണം ഞാൻ എന്റെ മക്കളെക്കാട്ട് കൂടുതൽ ഈ പോത്തിനെ സ്നേഹിച്ചു. ഈ പോത്തിന് എന്തെങ്കിലും അടയാളങ്ങൾ വല്ലതും ഉണ്ടോ? അടയാളുണ്ട്. എന്താ? എന്റെ പോത്തിന്റെ ചെവിട്ടിന്റെ മേലെ കടുക്കുന്നുണ്ട്. അപ്പൊ അതുണ്ട് അടയാളം. സാറേ, അങ്ങനെയാണ് ഞാൻ കണ്ട് ശരിയാണ്. അതായത് ഞാൻ വരുന്ന വഴിക്കേ നമ്മുടെ ഇറച്ചിക്കോയുടെ വീട്ടുമുറ്റത്ത് ഒരു പോത്തിനെ കണ്ടായിരുന്നു. കാതിൽ കടുക്കിനുള്ള ഒരു സംശയമുണ്ട്. ഒരു ഇളം പോത്തല്ലേ? ഒരു 4 വയസ്സ്. അതെ, അതൊരു ഇളം പോത്ത്. വലിയ പോത്തൊന്നല്ല. വലിയ പോത്തല്ല. അതെ. ഓക്കെ, ഞാൻ എന്നിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. മക്കള് 2 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പിള്ളേര് കാശിന് അത്യാവശ്യം വല്ലതും വന്നിട്ട് ഇറച്ചിക്കാരന് മറിച്ച് വിറ്റതാണോ? എന്തൊക്കെ സാധനങ്ങൾ പറയണേ. കുട്ടികൾ പറഞ്ഞാൽ 7ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ്. ഒരു നെലോളിയാണ് അവിടെ അതിനെ കാണിട്ട്. അപ്പൊ താൻ കണ്ണുന്നുള്ള ഉറപ്പല്ലേ? ഒരു കാര്യം, വണ്ടി എടുക്കാം, നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. അതെ, നീ സാർമാരുടെ കൂടെ പോയിട്ട് വാ. അപ്പച്ചിയോ? അല്ല, എനിക്ക് മറ്റേ രാഘവേട്ടൻ അവിടെ കാത്തുക്കുണ്ടല്ലോ, വേറെ കുറച്ച് പണിയുണ്ടാകും. നേരെ കഴിഞ്ഞ താവാ, വണ്ടി എടുക്കാം. സംഗതി എന്തായാലും ബ്യാരെ, ഈ എത്തവണ ചെയ്ത കച്ചവടം ഉണ്ടല്ലോ, അതൊരു 1.5 കച്ചവട. സംഭവം വെട്ടി തൂക്കിയപ്പോണ്ടല്ലേ എന്താ തിരക്ക്. അലുവാക്കഷ്ണം പോലെ ഇരുന്നേക്ക് ഇറക്കി. അസല് താൻ തിന്നിട്ട് പോന്ന് പറഞ്ഞിട്ട് ഇറച്ചി അവിടെ. എന്തൊരു കഷാ പെണ്ണിപ്പൊ കൊണ്ടുവരേണ്ടത്.
ആമിനാ. തിയേറ്ററിലൊന്നും ഒന്നും കൂടി വിളിക്കുക. ഏയ് ആമിനാ. ചെന പിടിച്ചിട്ടുണ്ടെന്നോ നിക്കടെ ശബ്ദം കേട്ടിട്ട്. എത്ര വിളിച്ചാലും വരില്ല. ചോദിച്ചു വെച്ചു കൊടുക്ക. അങ്ങടെ കൂട്ടി അങ്ങടെ പൂട്ടും ബീഫും കൂടി അങ്ങോട്ട് കൂട്ടി മതിയത്തോ മതിയത്തോ. കായ്ക്കട വായ സ്ഥലല്ലേ? ഞാൻ കഴിക്കായി കഴിച്ചോ. അവിടെ ഞാൻ കഴിച്ചോ. പപ്പടം കൂടി വേണ്ടായിരുന്നു. അവർക്ക് ചോദിച്ചാൽ മതി. അവന് കൊഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം മുട്ടും കൂടി കഴിക്ക. കൊഴിച്ചങ്ങോട്ട് കഴിക്കും. പോലീസ് ജീപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കോയക്കിങ്ങാട്. എന്താ സാറേ? ആരാ കോയ? കോയ നമ്മളാണ്. നിങ്ങൾ രണ്ടാളും കോയാണോ? അല്ല, ഞാൻ ഒറ്റക്ക്. ഓ, ഈ മുഹമ്മദ് പിയാരി ആരാ? അത് ഞാനല്ല. താനല്ലെന്ന് എനിക്കറിയാം. ആരാന്നാ ഞാൻ ചോദിച്ചാ? മുഹമ്മദ് ഭാര്യ ഇതാണ് ഒറ്റക്ക്. നിന്റെ ഭാര്യ ആമിന് ഒറ്റക്ക്. തമാശക്കാരനാണല്ലേ? അല്ല സാറ്, അറിവുകാരനാണ്. തമാശക്ക് ഇഷ്ടല്ല. നിർത്തടാ. നീ ഇന്നൊരു പോത്തിനെ മേടിച്ചാടാ? ആ ഇടക്കിടക്ക് മേടിക്കലുണ്ട് സാറേ. പോത്തിന്റെ കച്ചവടാണോ എനിക്ക്? നീ മിണ്ടരുത്. നിന്റെ അടുത്ത് ചോദിക്കുമ്പോ നീ മിണ്ടിയാ മതി, കേട്ടല്ലോ? എന്താ സാറേ ഇപ്പൊ ഇങ്ങനൊക്കെ പറയണത്? ആ പോത്തിന്റെ ഒരു കാതിൽ കടക്കനുണ്ടായിരുന്ന? ഉണ്ടായിരുന്നു സാറേ. ഉണ്ടായിരുന്നോടാ? എന്തായിരുന്നു സാറേ? സാറിന്റെ ശുക്കൂറാണത്. എന്ത്? അതിപ്പോ എന്ത് ചെയ്തു? അത് ഇവിടെ ഉണ്ട്. സുക്കൂറാണോ ബഷീറാണോന്ന് അറിഞ്ഞൂടെ. ഇന്ന് അടുത്ത് കൂട്ടാൻ പറ്റി സാറ് തിന്നു. എന്താ കാട്ടിന് എന്റെ ഉമ്മർത്തുന്നത്? ആരത്? അല്ല സാറേ, എന്താ എന്റെ ഉമ്മർത്തോടെ ചങ്ങായി? എന്റെ വായെന്ന് പറഞ്ഞ എന്റെ വേഷം അനുസരിച്ചുള്ള വർത്താനല്ലോ. ഇയാൾ ചോദ്യം ചെയ്യ്. സാറേ എന്താ സംഗതി? ഞങ്ങൾക്കൊന്നും പിടുത്തം കിട്ടിയില്ല അപ്പൊ അത്. മിണ്ടരുത്. 14,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. നീ എവിടെന്നാ മേടിച്ചു? നമ്മുടെ ഒരു സുഹൃത്ത്. പേരില്ലടാ. ആ പേര് പറയടാ. സത്യശീലൻ. ഈ സത്യശീലൻ എന്ന് പറയുന്ന മോഷണമാണ് പരിപാടി. അല്ല, ഓനക്ക് അവിടെ മൂപ്പര് വില്ലേജിലല്ലേ പണി? വില്ലേജിൽ എന്തോ പണിയാന്ന് തോന്നുന്നു. വില്ലേജിൽ എന്ത് പണിയാടാ ഉള്ളത്? വില്ലേജിൽ എന്തോ ചെറിയ വില്ലേജ് ഓഫീസറാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ആണ് മൂപ്പര് അവിടെ. എന്താ സംഗതി എന്ന് പറയണില്ലല്ലോ ഇപ്പോഴും. അതല്ല ഇപ്പൊ കുടുങ്ങിയത്. ഇന്നാള് പഞ്ചസാരയെ കൊണ്ട് തന്നില്ലേ പോയക്ക? ആ ചാര ഈ ചെങ്ങായി ഇടക്കിടക്ക് ഓരോ സാറിന് കൊണ്ട് ഇപ്പൊ 10 കിലോ പഞ്ചസാര കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നു. വില കുറവിനാണ്. അപ്പൊ ഞാൻ മേടിച്ചു വെച്ച്. പിന്നെ ഒരു പ്രാവശ്യം മൂപ്പര് 25 കിലോ കുരുമുളക് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇക്കെന്തിനാ 25 കിലോ കുരുമുളക്? ഇവിടെ 250 കുരുമുളക് ഉണ്ടെങ്കിൽ 3 മാസം എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇവിടെ ആവശ്യമില്ല പറഞ്ഞു. അത് വേറെ ആർക്കോ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത്. അത് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അങ്ങനെ ഇടക്കിടക്ക് സാധനങ്ങൾ കൊണ്ടുവരലുണ്ട് ഇവിടെ. പോത്തിനെ മേടിച്ചത് ഓന്റെ അന്ന് ഇജ്ജ് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറയാൻ വേണ്ടിയിരുന്നു. അപ്പോഴേക്കും സാറേ നിങ്ങളെ പറച്ചിൽ നിർത്തിക്കോ. എന്തായാലും ഇത് കൊണ്ടുവന്നവനും വാങ്ങിച്ചവനും എല്ലാം അകത്താവും. എന്തിനാ ചങ്ങായി സാറെ നിങ്ങൾ വന്ന് എപ്പോഴൊന്നും കാട്ടരുത് കേട്ടോ. നിങ്ങളൊക്കെ വലിയ പോലീസുകാർക്ക് എറിച്ചു കൊടുക്കണ ആളാണ് ഞാൻ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കണ സ്ഥലമാണ്. ഇവിടെ പോലീസുകാർ വന്നാൽ ഞങ്ങക്ക് നാണക്കേടുണ്ട്. മോഷണം വാങ്ങിച്ചിട്ട് നീ വലിയ ന്യായം തെറ്റ് ചെയ്തില്ലെങ്കിൽ ശിക്ഷിച്ചോളെ. അല്ലാണ്ട് ഇവിടെ അത് ഞാൻ നിങ്ങൾ ചോദിക്ക് സാറേ. എപ്പോഴാവും അറിയണില്ലല്ലോ. എടാ സതീശൻ ഇവിടെ എവിടെ? ഇവിടെ ഞങ്ങളുടെ ഒരു 750 മീറ്റർ ചെല്ലുമ്പോ ഒരു അമ്പലമുണ്ട്. ആ തിരുവിലി തന്നെയാണ്. നിനക്കാ വീട് അറിയാവോ? എനിക്കറിയാം. എന്നാ വന്ന് കാണിച്ചേവാ. ഞാൻ പറഞ്ഞ സാറേ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതെ, ഞാൻ വിളിക്കുമ്പോ സ്റ്റേഷനിൽ വന്നോണം. പിന്നെ ഇറച്ചി വെട്ടാ നീ വേറെ ആളെ നോക്കിക്കോ. എന്താ താരങ്ങള് വെറുതെ വെള്ളം ഉണ്ടാക്കി പോണേ? ഒരു മാന്യ മര്യാദ ഇല്ലാണ്ട്. അതേ
ഓരോ ശനിയാഴ്ച ഇങ്ങോട്ട് വരണട്ടോ, ഞായറാഴ്ച അറവുള്ളാണ്. ഓരോരോ പണികള് കാട്ടിവിട്ടണ ആ ചെക്കനെ കൊണ്ടാവേണ്ട വല്ല കാര്യം ഉണ്ടപ്പയിന്. എന്താ ഓരോന്നെ വീട്ടിൽ വെച്ച് ചിന്ന വിളിക്കണട്ടോ. അല്ല പിന്നെ ഞാൻ കൂട്ടാങ്ങോട്ട് എടുക്കേ, വേഷം നട്ട് പാടില്ല. ഓർക്കിട്ടോ തിന്നാനും പറ്റില്ല. ഹാമിക്കങ്ങള് കാട്ടണ ഓരോ പണി ആലോചിച്ച് നോക്ക്. ഹേയ് അല്ല അസല പോത്തായിരുന്നു, ആ പാവത്തിന് തിന്നാൻ പറ്റിയില്ല. ഇത് നോക്ക്. അതിന് തിന്നാൻ പറ്റിയില്ല വാ. എന്തിനാ ആരാ സത്യശീലൻ? ഞാനാ ഇയാണോ സത്യശീലൻ? ഞാനാണ് എനിക്കെന്താ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം ഉണ്ടോ? ഇല്ലില്ല, എനിക്കെന്താ ജോലി? വില്ലേജിലാണ് സാറേ. വില്ലേജിലെന്താ? വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറാ? സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാണ്. സ്പെഷ്യലാണ് സാർ. ഞാനാ? ഞാൻ സ്പെഷ്യൽ അല്ല, അസിസ്റ്റന്റ്. ഇതൊക്കെ എന്താ പരിപാടി? സാധനങ്ങള് കച്ചവടം അല്ല സാർ. ഉണ്ടോ? ഇല്ലില്ല, കച്ചവടത്തില്ല സാർ. ആ അതൊക്കെ പോട്ടെ. താനിന്നൊരു പോത്തിനെ വിറ്റായിരുന്നോ? ഭാഗ്യല്ലോ. എനിക്ക് പോതില്ലല്ലോ സാറേ. തനിക്ക് പോത്തുണ്ടോ ഇല്ലയെന്നല്ല, താനിന്നൊരു പോത്തിനെ കച്ചവടം ചെയ്തായിരുന്നോ ഇല്ലയോ? ചെയ്തല്ലോ. പറയടാ. ഇല്ല സാറേ, ഇല്ല. ഓനെ വിളിക്കും സാറേ, നിങ്ങള് ഓൻ പറയൂ. ഉണ്ടായിട്ടോ? വിളിക്കടാ. സാറ് പോത്തിനെ കൊണ്ടുവന്ന്. സാറേ ഇല്ല. ഏത് പോത്ത്? ഏത് പോത്താ കൊണ്ടുപോകാനെ? മിസ്റ്റർ വില്ലേജ് ഓഫീസർ സാർ, നിങ്ങളിന്ന് ഇയാൾക്കൊരു പോത്തിനെ വിറ്റായിരുന്നോ? ഇല്ല. മേടിച്ചില്ല? ഇല്ല. മേടിച്ചോ? ഇല്ല. മേടിച്ചല്ലോ. മേടിച്ചോ? ഇല്ല. സാറല്ലേ 14,000 രൂപക്ക് എനിക്ക് പോത്തിനെ തന്നത്? ആര്? ഞാനാ? ആ. നോണ പറയാണ് സാറേ, ഇയാള് കള്ളം പറയാണ്. സത്യം പറ സാറേ. സാറ് പോത്തിനെ വിറ്റിനി, അതിന്റെ പൈസയും മേടിച്ചിട്ട്. ഞാൻ നിരപരാധിയാ സാറേ, സത്യം. ആരാ നാളെ പോത്തിനെ മേടിച്ചേ? പറയടാ. പറഞ്ഞു കൊടുക്കണം സാറിന്. സാറേ ഇതാണ് ഒന്ന്. അപ്പൊ നമ്മള് 4 അവിടെ കണ്ടില്ലേ? പിന്നെ ഇതാ ഈ ഒരു തേക്കും. അങ്ങനെ 5 തേക്കാണ് മുറിക്കേണ്ടത്. ഇത് നല്ല തേക്കാ. അതെ, നല്ല തേക്ക, നല്ല മൂത്ത തേക്ക, കാതലൊക്കെ ഉണ്ട്. അതിലൊക്കെ ഉണ്ടാവും. എന്നൊരു കാര്യം ചെയ്ത് ഇത് മുറിച്ചോ. അല്ല ഇത് മാത്രല്ല, ആ 4 അങ്ങനെ 5 മുറിക്കണേ. ആ 4 മുറിക്കാൻ പറ്റില്ല. പറ്റൂല. അല്ല സാറേ, അത് ഇതേ പ്രായമുള്ള തേക്കാണ്, ഇതേമാതിരി മൂത്ത തേക്കാണത്. അത് മൂക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് പുറംപോക്കലാ നിക്കണതേ. എന്താ സാറേ ഇത്? സാറ് സ്കെച്ചും പ്ലാനൊന്നും കൊടുത്തിട്ട് അളന്നിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അത് പുറമ്പോക്കാന്ന് കണ്ടുപിടിക്കുന്നത്? ഞാൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാ. ചില കാര്യങ്ങൾ സ്പെഷ്യൽ വിവരാണ് സാറിന്. അല്ല സാറേ, ഞാനൊരു റിട്ടയർഡ് സർവേറെ കൊണ്ടാണ് അളപ്പിച്ചത്. ആ സാറിന് തെറ്റാൻ വഴിയില്ലല്ലോ. ഇതാണ് പ്രശ്നം. നമ്മളെ വില്ലേജ് ഓഫീസർ ഉണ്ടാവുമ്പോ നമ്മളെ കൊണ്ടല്ലേ അളപ്പിക്കണ്ട്. റിട്ടയർഡ് സർവേറെ കൊണ്ടാണ് അളപ്പിക്കണ്ട്. അതുകൊണ്ടാണ് പുറമ്പോക്കായത്. നമ്മളങ്ങനെ അകമ്പോക്കാവും. അല്ല സാറേ, അപ്പൊ ഇത് മുറിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് മുറിക്കാനൊരു കാര്യം ചെയ്യാം. കക്കൂസ് പോകാനും നല്ലടോ. നമുക്ക് പാവാ സാറ്. അതെല്ലേ? ആ 4 തേക്ക് മുറിച്ചു. അതാ 4 പോരാ, 5 മുറിക്കണം സാറേ. 5 മുറിക്കണം. ഇത് മുറിച്ചിട്ട് സാറിന് കൊടുത്തേ. ഇതോ? പോ സാർ, അവിടുന്ന് 1.5 ലക്ഷം ഉറുപ്പ്യ വില വരുന്ന തേക്കാണ്. ഇതങ്ങനെ സാറിന് കൊടുക്കുക? എന്നാ വേണ്ട, ഒരു 25,000 രൂപ കൊടുത്തേ. ഞാൻ ഒറ്റ കാര്യം പറയാം, സാധാരണ ഓപ്ഷൻ ഉണ്ടാവില്ല സാറിന്. ഇത് 2 ഓപ്ഷൻ തന്നിട്ട് ഒരു പ്രശ്നമില്ല. 25,000 ഒന്നും കൊടുക്കാൻ എന്റെ ഇല്ല. എത്ര കൊടുക്കും? ഞാനോ? 2,000 ഉറുപ്പ്യ കൊടുക്കാം. 2,000. സാറ് പോയാ 2,000 രൂപ. അല്ല 3 തരാ. 3 തരാ സാറേ.
സുഗത ആ സാർ. താൻ പൈസ ഒന്നും തരണ്ട. അല്ല സാറേ, അത് ഞാൻ അറിയാതെ പറഞ്ഞതാ. ഞാൻ 3000 റുപ്യ തരാം സാർ. പൈസ അറിയാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് പോയി വില്ലേജിൽ ചെന്ന് ആ സ്കെച്ചൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ മരങ്ങൾ അടയാളപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മുറിക്കാനും അതെ, കൊണ്ടുപോകാനൊക്കെ ഉള്ള പെർമിഷൻ വനം വകുപ്പുകാർ തരും. അതാണ് സാറേ. ആ നമ്പർ കിട്ടിയാലേ പറ്റുള്ളൂ. അതാണ്. അതല്ല അതിന്റെ ഇടയിലുള്ള ട്രിക്ക്. അതെ സാറേ, ഒന്ന് ശരിയാക്കി. അപ്പൊ അത് ഞാൻ ശരിയാക്കി തരാം കേട്ടാ. മരങ്ങളൊക്കെ മുറിച്ചോ. സാറ് ശരിയാക്കി. ആ, വളരെ ഉപകാരം സാർ. ആ, പക്ഷെ ആ പോത്തുംകുട്ടീനെ ഞാൻ എടുത്തു.